പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നിൽക്കുന്നത് ശാസ്തമംഗലത്താണ്. ശാസ്തമംഗലത്ത് ആശുപത്രിയോട് ചേർന്നുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. ഈ കാണുന്നത് സ്വകാര്യ ആശുപത്രിയാണ്. അതിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന വീട്ടിലേക്കാണ് ആ ആശുപത്രിയിലെ ഹോർഡിംഗ് മറിഞ്ഞു വീണിരിക്കുന്നത്. വലിയ നാശനഷ്ടം ഈ വീടിന് ഉണ്ടായിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ പൊട്ടി, അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാം തന്നെ കേടുപാട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സാധനങ്ങളെല്ലാം നശിച്ച അവസ്ഥയിലാണ് ഉള്ളത്. ഈ മരം ഉള്ളതുകൊണ്ട് മാത്രമാണ് കൂടുതൽ അപകടം ഉണ്ടാകാതിരുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗത്തെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. ഇപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥൻ ശ്രീകുമാർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇത് എന്താണ് ഉണ്ടായത്? എന്തായിരുന്നു പ്രശ്നം? രാത്രി ഒരു 11:30-ക്ക് വല്ലാണ്ട് ശബ്ദം ഉണ്ടായി. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഈ ഹോർഡിംഗ് ഇങ്ങനെ വീണ് കിടക്കുകയാണ്, മതിലിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. കാരണം ഈ ബ്രിഡ്ജിന്റെ പുറത്തേക്ക് അത് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജോടുകൂടി കൊളാപ്സ് ചെയ്യും. ബ്രിഡ്ജിന്റെ താഴെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് മോളും കുഞ്ഞും കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ അവരിവിടെ ഇല്ല. അതുകൊണ്ട് ഈ ഗ്ലാസ് ഒക്കെ പൊട്ടി അകത്തേക്ക് മണ്ണും ഈ സ്പ്ലിന്റേഴ്സും ഒക്കെ തെറിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. പിന്നെ മരം കുറച്ച് തടഞ്ഞു നിർത്തി. ഇത് നോക്കിയാൽ മനസ്സിലാവും ഈ ഹോർഡിങ് വീഴാനുള്ള കാരണം പില്ലറിട്ടല്ല കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, താഴെ മണ്ണാണ്. ഇത്രയും വലിയ ഹോൾഡിങ്, മെറ്റൽ ഹോൾഡിങ് സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ബേസ്മെന്റിനില്ല. ബേസ്മെന്റ് കോൺക്രീറ്റ് ചെയ്യണം. നോക്കൂ, അവിടെ തന്നെ എല്ലാം മണ്ണാണ്. എന്ന് മാത്രമല്ല ഈ ഹോർഡിങ് സ്റ്റാൻഡ് ചെയ്യുന്ന ആ ബോട്ടം പാർട്ടിൽ കോൺക്രീറ്റ് ബ്ലോക്കില്ല, ചെറിയൊരു ബ്ലോക്കാണുള്ളത്. താഴെ മുഴുവൻ മണ്ണാണ്. അപ്പോൾ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറിഞ്ഞു വീഴും. അത് ഹൈ റിസ്ക് ആണ് അടുത്ത് താമസിക്കുന്നത്. ഇപ്പോൾ ഏതായാലും തൊഴിലാളികൾ വന്ന് ഈ വീട്ടിലേക്ക് വന്ന് പതിച്ചിരിക്കുന്ന കട്ടയും അതോടൊപ്പം തന്നെ മറ്റ് അവശിഷ്ടങ്ങളും എല്ലാം തന്നെ നീക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പില്ലറിട്ട് ഈ ഹോർഡിംഗ് ചെയ്തിരുന്നെങ്കിൽ ഒരു അപകടം ഒഴിവായിരുന്നു. ഇത് ചെറിയൊരു കോൺക്രീറ്റ് ബ്ലോക്കിൽ മാത്രമാണ് ഈ ഇത്രയും വലിയ കൂറ്റൻ പില്ലർ നിൽക്കുന്നത്. ഏതായാലും തലനാരിടയ്ക്കാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് ഈ അപകടത്തിൽ നിന്ന്. ഒരുപക്ഷെ ഇവിടെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേനെ. പ്രേംശിക്കൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.